ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു റവ ദോശ ഉണ്ടാക്കാം. ഇതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നമ്മൾ എന്നും രാവിലെ എല്ലാവരുടെ വീട്ടിലും പുട്ടും കലക്കിപ്പാരുന്നതും അതൊക്കെയല്ലേ ഉണ്ടാക്കുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ്. ഇത് നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതിൽ കുറച്ച് സാധനങ്ങൾ അരിയണ്ട, അത് നമുക്ക് അരിഞ്ഞിട്ട് മാവ് കലക്കി വെക്കാം. നമുക്ക് ഉള്ളി അരിയാം. ഞാനൊരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. തോന മാവ് കലക്കുകയാണെങ്കിൽ ഒരു വലിയ ഉള്ളി എടുത്താലും മതി. കുഞ്ഞേതായിട്ട് അരിയ. അങ്ങനെ ഒരു പച്ചമുളക്, പച്ചമുളക് ഇങ്ങനെ കുനുകുനാ അരിയ. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 1 കപ്പ് വറുത്ത റവയാണ്. ഇനിയിപ്പോ വറുക്കാത്ത റവ എടുത്താലും കുഴപ്പമില്ല. പിന്നെ 1 കപ്പ് അരിപ്പൊടിയാണ്. പുട്ടുപൊടിയല്ല, നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ്, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ. പിന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കരിവേപ്പില അരിഞ്ഞത്, മല്ലിച്ചപ്പ് അരിഞ്ഞത്, 1/2 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം ഒന്ന് ചതച്ചതാണത്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്. ഇത് എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്, ചതച്ചിട്ടാ മതി. പിന്നെ പാകത്തിന് ഉപ്പ്. ഈ ഉപ്പ് ഉണ്ടോന്ന് നോക്കിയിട്ട് ഇടാം. നമുക്കിതിന് കലക്കാം. ഒരു 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തികയണില്ലെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. കൂടിയാ ഇപ്പൊ ഇത് തികഞ്ഞിട്ടില്ല. ഈ ഒരു രീതിക്കാണ് മാവ് കലക്കേണ്ടത് കേട്ടോ. ഇതാ നമ്മൾ കലക്കിപ്പാരാ മാവ് കലക്കണ പോലെ തന്നെ. ഇതാ ഇനി ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ദോശ ചുടാം കത്തിച്ച്. ഇത് നന്നായിട്ട് ചൂടാവുന്നവരെ കത്തിക്കാം. നല്ല ചൂട് വേണം ഇത് ഒഴിക്കണമെങ്കിൽ. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന്റെ മുന്നേ ഒന്ന് നന്നായിട്ട് കലക്കിയിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, മേലെ തെളിഞ്ഞു നിക്കണ്, അതാണ് ഇളക്കണം പറഞ്ഞത്. ഇതാ മാവ് ഉള്ളിൽ പോയി കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് കോരി ഇതിൽ ഒഴിക്കാം. നമുക്ക് ഓളുകളൊക്കെ കുറച്ച് ഇച്ചിരിച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ ഇതേപോലെ വരണം. അപ്പോഴാണ് റവ ദോശ റെഡി ആവുക. ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ലേശം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇത് ഇനി ഒരു ബ്രൗൺ കളർ പോലെ ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ നമ്മൾ അരിഞ്ഞിട്ട ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഇതായിക്കണ് എടുത്ത് നോക്കാം.
ആ നമ്മുടെ റവ ദോശ റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.